ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിയിലെ ആ രക്തം മാഞ്ഞു പോയില്ല എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, നമുക്ക് നോക്കാറേ കൂട്ടുകാരെ. ഇവിടെ നോക്കൂ, ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികളാണ് അല്ലേ. ഓക്കെ, വായിച്ചു നോക്കാം. എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. നിർഭയരായി തലയുയർത്തിപ്പിടിച്ച് നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ത്യ സ്വതന്ത്രമായതല്ലേ. അപ്പൊ നിർഭയരായിട്ട് തലയുയർത്തിപ്പിടിച്ച് നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ത്യക്ക് എന്ത് കിട്ടിയത്? സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ച കാര്യങ്ങളാണല്ലേ. ആ രക്തം മാഞ്ഞു പോയില്ല എന്ന് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് എന്താണ്? ആ രക്തം മാഞ്ഞു പോയില്ല. നമുക്കൊരു സ്കൂളിന്റെ പിക്ചർ ആണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഇക്കാലത്താണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ അല സ്കൂളിലേക്ക് അടിക്കാൻ തുടങ്ങിയത്. ഉപ്പു സത്യാഗ്രഹവും വിദേശ ബഹിഷ്കരണവും ഹരിജന പ്രസ്ഥാനവുമെല്ലാം ഉൾക്കൊള്ളുന്ന ആ ദീർഘ പരിപാടിയുടെ ആന്തരാർത്ഥം വിദ്യാർത്ഥികൾ തികച്ചും മനസ്സിലാക്കിയിരുന്നു എന്നൊന്നും പറയാൻ വയ്യ. ചില പുതിയ ബഹളങ്ങളാണ്. ബഹളങ്ങൾ എപ്പോഴും നല്ലതാണല്ലോ. നാട്ടിൽ പ്രചരിച്ചിരുന്ന ബ്രിട്ടീഷ് വിരോധം വിദ്യാർത്ഥികളിലെല്ലാം സംക്രമിക്കുകയായിരുന്നു. ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിന്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു. ക്ലൈവ് കള്ളനും തെമ്മാടിയുമായിരുന്നു സാർ, കുഞ്ഞിരാമൻ കയറി പറഞ്ഞു. അവിടെ ഇരിക്കെ മാസ്റ്റർ ശാസിച്ചു. ക്ലൈവിനു പകരം വേറെ ഒരാളായിരുന്നുവെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. ബ്രിട്ടീഷുകാരൊക്കെ കള്ളന്മാരാണെന്നോ? സാമ്രാജ്യം സ്ഥാപിക്കാനും കച്ചവടം ഉറപ്പിക്കുവാനുമാണ് അവർ വന്നത്. പടിഞ്ഞാറൻ ശക്തികൾ ഇതിനു വേണ്ടി ലോകത്തിലെ നാനാഭാഗത്തേക്കും പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നു. ആ ക്ലൈവ് ഇല്ലെങ്കിൽ ഇനിയൊരു ക്ലൈവ്. മാസ്റ്ററുടെ പ്രസ്താവനയെക്കുറിച്ച് പിൻബെഞ്ചിൽ ഒരു വാദപ്രതിവാദം തന്നെ നടന്നു. ചോദ്യങ്ങൾ ഉറവെടുക്കുന്നത് കുഞ്ഞിരാമനിൽ നിന്നാണ്. അവ ചുണ്ടുകളിലേക്ക് പ്രചരിച്ചു. ഒരു തേനീച്ച കൂടുപോലെയായി ക്ലാസ് മുറി. വാദപ്രതിവാദം നിർത്തണം, മാസ്റ്റർ മേശപ്പുറത്തടിച്ചു. കുഞ്ഞിരാമൻ, സർ, നമുക്കൊരു വാദപ്രതിവാദ വിഷയമാക്കേണ്ട. സർ, ഈ കള്ളത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കാം? മാസ്റ്റർ കണ്ണടക്കിടയിലൂടെ ഒന്ന് നോക്കി. കുഞ്ഞിരാമൻ, ഇവിടെ വരൂ. അയാൾ അടുത്തേക്ക് ചെന്നു. ഗുരുനാഥൻ ശിഷ്യന്റെ ചുമലിൽ തട്ടി ശാന്തമായ സ്വരത്തിൽ ഉപദേശിച്ചു. കുഞ്ഞിരാമൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ സ്കൂൾ രാഷ്ട്രീയമായ വാദപ്രതിവാദത്തിനുള്ള സ്ഥലമല്ല, അത് മറക്കരുത്. പോയിരിക്കെ. കുഞ്ഞിരാമൻ തിരിച്ചു വന്നിരുന്നു. അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ്. അതിൽ ശ്രദ്ധിക്കാതെ മാസ്റ്റർ പാഠം തുടർന്നു. പുറത്ത് കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അലകൾ ജലകപ്പഴുതുകളിലൂടെ സ്കൂൾ മുറിയിലേക്ക് വരുന്നു. അധികൃതർ കാറ്റിന്റെ ഗതി നിയന്ത്രിക്കാൻ ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അവ വിദ്യാലയ പരിസരങ്ങളെ സ്പർശിക്കാതിരിക്കാൻ കൂടുതൽ കരുതലുകൾ ഏർപ്പെടുത്തി. വിലക്കുകളും പ്രതിരോധങ്ങളും വിദ്യാർത്ഥികളെ കൂടുതൽ സമരോത്സുകരാക്കി. അറസ്റ്റുകളുടെയും മർദ്ദനങ്ങളുടെയും റിപ്പോർട്ടുകളാണ് പത്രത്തിൽ വരുന്നത്. പത്രം വായിക്കരുതെന്ന് ഒരു അധ്യാപകന് വിദ്യാർത്ഥികളോട് പറയാമോ? അധ്യാപകൻ മൗനം ദീക്ഷിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ചോറങ്ങും കൂറിങ്ങും എന്ന നിലയിലായിരുന്നു. അപ്പോഴാണ് ഒരു കുഴപ്പമുണ്ടായത്. സ്കൂളിനടുത്തുള്ള തുണിക്കടയിൽ ഒരു പിക്കറ്റിംഗ് നടക്കാൻ പോകുന്നു. വർത്തമാനം വിദ്യാലയത്തിലുമെത്തി. വിദ്യാർത്ഥികൾ ഉഷാറായി. അധ്യാപകർ ഉത്കണ്ഠിതരുമായി. ആരാണ് പിക്കറ്റ് ചെയ്യുന്ന സത്യാഗ്രഹി? ആർക്കും അറിഞ്ഞുകൂടാ. പോലീസും ജാഗ്രതയായിരുന്നു. നേരം 9 മണിയായി. 2 സത്യാഗ്രഹികൾ തുണിഷാപ്പിന് മുന്നിലെത്തി. കറുത്തു നീണ്ട അമീശക്കാരനെ എല്ലാവർക്കും അറിയാം. അയാൾ സ്ഥലത്തെ പ്രധാന പ്രവർത്തകനാണ്. മറ്റേയാൾ അന്വേഷണത്തിനൊരു വടക്കൻ നമ്പ്യാരാണെന്ന് മാത്രം വ്യക്തമായി. സുഭകൻ, ദൃഢകായൻ. പിക്കറ്റിംഗ് ആരംഭിച്ച് അരമണിക്കൂർ കഴിയേണ്ടി വന്നില്ല. പോലീസ് സ്ഥലത്തെത്തി. 2 പേരെയും അറസ്റ്റ് ചെയ്തു. സ്ഥലത്തെ പ്രവർത്തകനെ ലോക്കപ്പ് കാട്ടാൻ കൊണ്ടുപോയി. വടക്കൻ നമ്പ്യാരെ സ്കൂളിന് പുറത്തുള്ള ഒരൊഴിഞ്ഞ പാടത്തേക്കും വിദ്യാർത്ഥികൾ ദൂരെ നിന്ന് നോക്കി. നിന്റെ രാജ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞോടാ ഇവിടേക്ക് വരാൻ? ഇൻസ്പെക്ടർ ചോദിച്ചു. അതിന് നമ്പ്യാർ സമാധാനം പറഞ്ഞില്ല. പറയടാ. ഒരു ഇടി തുടർന്ന് 4 ചവിട്ടും. നമ്പ്യാർ മറിഞ്ഞു വീണു. ബോധരഹിതനായി കിടക്കുന്ന നമ്പ്യാരെ നോക്കി ഇൻസ്പെക്ടർ കിതച്ചു. പിടിക്കേ, രാജ്യം പിടിക്കേ. ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് ഇൻസ്പെക്ടർ നമ്പ്യാരെ വരമ്പത്ത് തോണ്ടിയിട്ടു. ആ യുവാവ് കട്ട പൊട്ടിച്ചു കണ്ടത്തിലേക്ക് മുഖം കുത്തി മറിഞ്ഞു. ഭൂമിയിൽ രക്തം ഇറ്റുവീഴുകയായിരുന്നു. ആ രക്തത്തിലൂടെ ഇൻസ്പെക്ടർ നടന്നു. പരിവാരങ്ങളും. അവരുടെ ബൂട്ട്സിന്റെ അടിയിലെ ആണികൾ തട്ടി ഭൂമിയിൽ തുളകളുണ്ടായി. പക്ഷേ ആ രക്തം മാഞ്ഞുപോയില്ല. അത് ആവിയായി പോയതുമില്ല. മനുഷ്യ ആത്മാവ് കടഞ്ഞെടുത്തൊരു തുള്ളികളാണവ. 1000 വർഷങ്ങളിൽ മനുഷ്യ തപസ്സിന്റെ തേജസ് അതിൽ ഊറിക്കിടപ്പുണ്ട്. മേൽപോട്ടുയരുന്ന മനുഷ്യ ആത്മാവ് ഭൂമിയിൽ ശക്തിയായി നിക്ഷേപിക്കുന്ന വിത്തുകളാണ് ആ രക്തബിന്ദുക്കൾ. ഭൂമി അവ ഹൃദയത്തിലെടുത്ത് മുളപ്പിക്കുന്നു.
തൊടുത്ത പൂക്കളും കനത്ത ഫലങ്ങളും അവിടെയും വിളയുന്നു. ഇത്രയും ദൂരം കാണുന്ന കണ്ണുകൾ ആവലാതിപ്പെടുന്നില്ല, നോവേൽക്കുന്നില്ല, പിന്മാറുന്നില്ല. നാളത്തെ വിജയം ഇന്ന് അയാൾ ഹൃദയത്തിൽ വെച്ച് ആഘോഷിക്കുന്നു. മനുഷ്യ പുരോഗതിയുടെ ഈ പാതയിൽ വീണുകിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ എന്തായിരുന്നുവെന്ന് പറയാൻ വയ്യ. അയാൾ മോഹാലസ്യപ്പെട്ടിരിക്കുന്നു. പോലീസ് പോയപ്പോൾ വയൽക്കരയിൽ പതുങ്ങി നിന്ന ആൾക്കൂട്ടം കുറെ കൂടി അടുത്തു. എന്തൊരു ശരീരമാണ് ചെറുപ്പക്കാരൻ്റേത്! ഒരു കോൽ വീതിയുള്ള മാറിടം, ദീർഘബലിഷ്ഠങ്ങളായ കൈകൾ, കുടുങ്ങിയ അരക്കെട്ട്, ചന്ദനത്തിന്റെ വർണ്ണം. ഒരൊറ്റയടിക്ക് 5 പേരെ തെറിപ്പിക്കാവുന്ന ശക്തിയ കൈകളിൽ ഒതുങ്ങിക്കിടപ്പുണ്ടെന്ന് സ്പഷ്ടം. എന്നിട്ടും അയാൾ അടി കൊടുക്കാനല്ല, കൊള്ളാനാണെന്ന് വന്നത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ജനം നിന്നു. നമ്പ്യാർക്ക് അല്പം വെള്ളം കൊടുക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കച്ചവടക്കാർ തലവലിച്ചു, കൃഷിക്കാർ ദൂരെ നിന്നും കണ്ണീർ വാർത്തു, വിദ്യാർത്ഥികൾ അക്ഷമരായി. പാടത്തിന്റെ 4 പുറവും ആളുകൾ തല്ലിച്ചതച്ച സർപ്പത്തെ പോലെ നമ്പ്യാർ കട്ടയിൽ കിടക്കുന്നു. ചൂടുപിടിച്ച സൂര്യകിരണങ്ങൾ ആ മുഖത്തു വന്ന് തറയ്ക്കുകയാണ്. പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്കിറങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ടു. അത് കുഞ്ഞിരാമനായിരുന്നു. അയാൾ നമ്പ്യാരുടെ മുഖത്ത് വെള്ളം തളിച്ചു. ബോധം വന്നപ്പോൾ കുടിക്കാൻ വായിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. അത്രയുമായപ്പോൾ മറ്റു വിദ്യാർത്ഥികളും വന്നുകൂടി. എല്ലാവരും കൂടി താങ്ങിയെടുത്ത് തണലത്ത് കൊണ്ടുവന്ന് കിടത്തി ശുശ്രൂഷിച്ചു. ഈ വർത്തമാനം നാട്ടിൽ അത്ഭുതത്തോടെ സംസാരിക്കപ്പെട്ടു. പിറ്റേന്ന് ഇൻസ്പെക്ടർ സ്കൂളിൽ വന്നു. ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് കുഞ്ഞിരാമൻ വിളിക്കപ്പെട്ടു. നീയും രാജ്യം പിടിക്കാൻ നടക്കുകയാണോ? ഇൻസ്പെക്ടർ കുഞ്ഞിരാമന്റെ നേരെ കയർത്ത് ചോദിച്ചു. മനസ്സിലായില്ല കുഞ്ഞിരാമൻ. മനസ്സിലാക്കാൻ എനിക്കറിയാം ഇൻസ്പെക്ടർ. ഞാൻ അയാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു. അതൊരു സ്കൗട്ടിന്റെ ചുമതലയാണ്. സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ്. അപ്പോൾ ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിന്റെ ഒരു ഭാഗമാണല്ലേ നമ്മളിപ്പോൾ വായിച്ചത്. ഓക്കെ, ഇനി കൂട്ടുകാരെ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കിയാലോ. വായിക്കാൻ പറയാം. ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിന്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു. എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് അത് ചോദിച്ചിട്ടുള്ളത്. അതായത് ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിന്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ എന്തിന്റെ അലകളാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്? എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്? ഇവിടെ എന്താണ്? ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെയും ബ്രിട്ടീഷുകാർക്കെതിരായ പൊതു മാനസികതയുടെയും സ്വാധീനം വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികളിലേക്കും വ്യാപിച്ചു എന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത്. ആ സന്ദർഭത്തിൽ വിദ്യാർത്ഥികളെ ക്ലാസ് മുറികളിൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലൈവിനെ കുറിച്ച് കുഞ്ഞിരാമന്റെ അഭിപ്രായവും അതിന് മാസ്റ്റർ നൽകിയ മറുപടിയും എന്തായിരുന്നു? ക്ലൈവിനെ കുറിച്ച് കുഞ്ഞിരാമന്റെ അഭിപ്രായം എന്തായിരുന്നു? കുഞ്ഞിരാമൻ എന്താ പറയുന്നത്? ക്ലൈവ് കള്ളനും തെമ്മാടിയുമാണെന്ന് ഉച്ചത്തിൽ പറയുന്നു അല്ലേ. അപ്പൊ അതിനുള്ള മറുപടിയായിട്ട് മാസ്റ്റർ എന്താ പറഞ്ഞത്? ക്ലൈവിന് പകരം ആരെങ്കിലും ഇരുന്നാലും അങ്ങനെയായിരിക്കും ചെയ്യുക. എന്നിങ്ങനെ ചരിത്രത്തിൽ വ്യക്തപരമായി അളക്കരുതെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അല്ലെ. ഓക്കെ, ദെൻ അപ്പോഴും തേനീച്ചക്കൂട് മൂടുകയാണ്. ഇവിടെ എന്തിനെയാണ് തേനീച്ചക്കൂടിന്റെ മൂളലായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പറയുന്നുണ്ട് അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണെന്നല്ല. അപ്പൊ ഈ തേനീച്ചക്കൂട് എന്തിന്റെ മൂളലായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ക്ലാസ് മുറിയിലെ കുട്ടികളുടെ ഉടലെടുത്ത് ചർച്ചയുടെ ആവേശം, ചലനം എന്നിവയാണല്ലേ സൂചിപ്പിക്കുന്നത്. ഇതെന്താണ്? ക്ലാസ് മുറിയിലെ കുട്ടികളിൽ ഉടലെടുത്ത ചർച്ചയുടെ ആവേശം, ചലനം എന്നിവയെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികളിലെ അടങ്ങാത്ത ഉണർവുമാണ് തേനീച്ചക്കൂട് മൂളുന്നു എന്ന രൂപത്തില് വരുന്നിട്ടുള്ളത് അല്ലെ. വിദ്യാർത്ഥികളിലെ അടങ്ങാത്ത ഉണർവുമാണ് തേനീച്ചക്കൂട് മൂളുന്നു എന്ന രൂപത്തിൽ വരുന്നത്. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പത്രം വായിക്കരുതെന്നൊരു അധ്യാപകന് വിദ്യാർത്ഥികളോട് പറയാമോ? പത്രത്തിലെ വാർത്തകൾ എന്തെല്ലാമായിരുന്നു? അവ വായിച്ചാലുള്ള കുഴപ്പം എന്തായിരിക്കാം എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് പത്രങ്ങളിൽ ഉണ്ടായിരുന്നത്? പത്രങ്ങളിൽ പോലീസ് മർദ്ദനങ്ങളുടെയും അറസ്റ്റുകളുടെയും വാർത്തകൾ വന്നിരുന്നല്ലേ. അപ്പൊ വിദ്യാർത്ഥികൾ എന്താണ്? സത്യാഗ്രഹങ്ങൾ തുടങ്ങിയ രാഷ്ട്രീയ സംഭവങ്ങളോട് കൂടുതൽ എന്താണ് ഉൾനോക്കത്തോടെ സമീപിക്കാവുന്ന സാഹചര്യം ഉണ്ടാവും. അതിനാലാണ് അധികൃതർ ആ സ്വാധീനം സ്കൂളുകളിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിച്ചതല്ലേ. അപ്പൊ വായിച്ചാലുള്ള കുഴപ്പം എന്താണ്? ഈ രാഷ്ട്രീയ സംഭവങ്ങളോട് കൂടുതൽ ഉൾനോക്കത്തോടെ സമീപിക്കാവുന്ന സാഹചര്യം ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനാലാണ് ഈ അധികൃതർ എന്ത് ചെയ്തത്? ആ സ്വാധീനം സ്കൂളുകളിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിടിക്ക്, രാജ്യം പിടിക്ക്. ഇൻസ്പെക്ടറുടെ ഈ പരിഹാസത്തിന്റെ സന്ദർഭം എന്താണ്? എന്താണ് സന്ദർഭം? വടക്കൻ നമ്പ്യാർ എന്താണ് സത്യാഗ്രഹിയെ ക്രൂരമായിട്ട് വടക്കൻ നമ്പ്യാർ എന്ന സത്യാഗ്രഹിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചപ്പോൾ ഇൻസ്പെക്ടർ തല്ലിക്കൊണ്ടിരിക്കുക. അവഹേളനത്തിനായിട്ടാണല്ലോ ഈ വാക്കുകൾ പറയുന്നത്. ഏത് വാക്ക്? പിടിക്ക്, രാജ്യം പിടിക്ക് എന്ന വാക്കുകൾ പറയുന്നത് അല്ലേ. ഓക്കെ,
രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരെ വഞ്ചനാഭാവത്തോടെ അപഹാസ്യമായിട്ട് അഭിസംബോധന ചെയ്യുകയാണല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്താണ്? രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരെ വഞ്ചനാഭാവത്തോടെ അപഹാസ്യമായിട്ട് അഭിസംബോധന ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്നിട്ടും അയാൾ അടി കൊടുക്കാനല്ല കൊള്ളാനാണല്ലേ വന്നത്. ഈ വാക്യത്തിലെ എന്നിട്ടും എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആ എന്നിട്ടും എന്ന വേർഡ് മീൻ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നമുക്കറിയാം, ചാപ്റ്റർ പറയുന്നുണ്ടല്ലോ. അതായത് നമ്പ്യാറിന്റെ ശരീര സൗന്ദര്യവും ശാരീരിക ശക്തിയും കാണുമ്പോൾ എന്താ തോന്നുക? ആരും ആളൊരു പൊരുതാൻ എത്തിയവയാണെന്ന് കരുതും. പക്ഷെ എന്താണ്? അദ്ദേഹം പൊരുതാനല്ല, മർദ്ദനം സഹിക്കാനാണല്ലേ വന്നത് എന്ന അവബോധമാണ് എന്നിട്ടും എന്ന പദം കൊണ്ട് വ്യക്തമാക്കുന്നതല്ലേ. എന്താണ്? നമ്പ്യാറിന്റെ ശരീര സൗന്ദര്യവും ശാരീരിക ശക്തിയും കാണുമ്പോൾ ആരും ആൾ പൊരുതാൻ എത്തിയവനാണെന്ന് കരുതും. പക്ഷേ അദ്ദേഹം പൊരുതാനല്ല, മർദ്ദനം സഹിക്കാനാണ് വന്നതെന്ന അവബോധമാണ് എന്നിട്ടും എന്ന പദം കൊണ്ട് വ്യക്തമാക്കുന്നതല്ലേ. ഇതാ വ്യക്തിയുടെ ആത്മിക മഹത്വത്തെയാണല്ലേ പ്രകാശിപ്പിക്കുന്നത്. ഇതാ വ്യക്തിയുടെ ആത്മിക മഹത്വം പ്രകാശിപ്പിക്കുന്നു. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്ക് ഇറങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടാണ് ആളുകൾ അത്ഭുതപ്പെട്ടതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആളുകൾ അത്ഭുതപ്പെടാനുള്ള കാരണം? പോലീസ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്താണ്? ആരും നമ്പ്യാറിനെ സമീപിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നല്ലേ. പക്ഷെ എന്താണ്? കുഞ്ഞിരാമൻ എന്ത് ചെയ്യാണ്? എന്നാൽ കുഞ്ഞിരാമൻ അതിനെ അവഗണിച്ചിട്ട് എന്ത് ചെയ്യാണ്? ധൈര്യത്തോടെയും കരുണയോടെയും വെള്ളം കൊണ്ടുപോയത് ആളുകളെ അത്ഭുതപ്പെടുത്തിയല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്ക് ഇറങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ട് അല്ലേ? എന്താണ്? പോലീസ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായിരുന്നു? ആരും നമ്പ്യാറിനെ സമീപിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ലേ. എന്നാൽ കുഞ്ഞിരാമൻ അതിനൊക്കെ അവഗണിച്ചിട്ട് എന്ത് ചെയ്യാണ്? ധൈര്യത്തോടെയും കരുണയോടെയും വെള്ളം കൊണ്ടുപോയത് ആളുകളെ അത്ഭുതപ്പെടുത്തി. ഈ നെക്സ്റ്റ് നോക്കൂ, പറയാതെ പറയുമ്പോൾ എന്നുള്ള പ്രവർത്തനമാണ് അല്ലെ. പുറത്ത് കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാറ്റ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിട്ടുള്ളത് അല്ലെ. വെറുതെ ഒരു കാറ്റ് എന്ന മീനിങ് കൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലല്ലേ. ഇവിടെ കാറ്റ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല. കാറ്റ് എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്താനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പാഠഭാഗത്ത് ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഒരുപാടുണ്ടല്ലേ. ഈ പാഠഭാഗത്ത് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒരുപാടുണ്ട്. അവ കണ്ടെത്തി എഴുതൂ. അവ സൂചിപ്പിക്കുന്ന ആശയവും എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ കാറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇവിടെ കാറ്റ് എന്നത് വാക്കിന്റെ ആഖ്യാനാതീതമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് എന്താണ്? സ്വാതന്ത്ര്യ സമരങ്ങളുടെയും ചലനമായും മനസ്സിലും വിദ്യാലയങ്ങളിലും മുഴുകി വരുന്ന ദേശീയ ബോധമായിട്ടും അതിനെ കാണാല്ലേ. കാറ്റ് ഇവിടെ എന്താണ്? സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചലനം, അതുപോലെ തന്നെ മനസ്സിലും വിദ്യാലയങ്ങളിലും മുഴുകി വരുന്ന ദേശീയ ബോധമായിട്ടും കാറ്റിനെ ഇവിടെ കാണാം. ഇനി ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് ഏത് എഴുതാം? ആ രക്തം മാഞ്ഞു പോയില്ല. ഈ സെന്റൻസ് എഴുതാല്ലേ. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇതിന്റെ ആശയം എന്താണ്? അതായത് ഈ വാക്കുകൾ എന്താണ്? മനുഷ്യരുടെ വിപ്ലവ വീര്യത്തെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആ രക്തം മാഞ്ഞു പോയില്ല എന്നുള്ളത് എന്താണ്? മനുഷ്യരുടെ വിപ്ലവ വീര്യത്തെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ബൂട്ട്സിന്റെ ആണികൾ തട്ടി തുളകൾ ഉണ്ടായി. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? ഇതിന്റെ ആശയം എന്താണ്? അധിനിവേശത്തിന്റെ പീഡന രൂപങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് എഴുതാം. അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ്. അതെന്താണ്? ക്ലാസ്സിലെ കുഞ്ഞിരാമന്റെ അഭിപ്രായങ്ങൾക്കൊത്ത് സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവെച്ചു കൊണ്ടിരുന്ന കുട്ടികളുടെ സ്വരം താഴ്ന്നിരുന്നെങ്കിലും അവ നിലച്ചിരുന്നില്ലല്ലേ. തേനീച്ചകളുടെ മൂളൽ പോലെ അവിടെ ചെറിയ അളവിൽ കുട്ടികളുടെ ശബ്ദം കേൾക്കാമായിരുന്നുവെന്നാണല്ലേ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. തലക്കെട്ട് നിർദ്ദേശിക്കാം. ഈ നോവൽ ഭാഗത്തിന് നൽകിയ തലക്കെട്ട് എന്താണ്? ആ രക്തം മാഞ്ഞു പോയില്ല എന്നാണല്ലോ. അവന്റെ ശീർഷകത്തിന്റെ സവിശേഷതകൾ കണ്ടെത്താമോ? പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? യോജിച്ച മറ്റൊരു ശീർഷകം നിർദ്ദേശിക്കൂ. എന്തുകൊണ്ട് അത് യോജിക്കുന്നുവെന്ന് പറയണമെന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ തലക്കെട്ട് എന്തായിരുന്നു? നോവൽ ഭാഗത്തിന്റെ തലക്കെട്ട് എന്താണ്? ആ രക്തം മാഞ്ഞു പോയില്ല എന്നുള്ളതാണ് അല്ലെ. അതിന്റെ ആ ശീർഷകത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. എന്തൊക്കെയാണ് ആ തലക്കെട്ടിന്റെ സവിശേഷതകൾ? ശക്തമായ ഭാവാത്മകതയുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? സന്ദേശം നൽകുന്നുണ്ട്. പ്രതീകം സന്ദേശമാണെന്നൊരു പ്രതീകമാണ്. അതുപോലെ പാഠത്തിന്റെ ആധാരവുമായിട്ട് എന്താണ്? കനത്ത ബന്ധമുണ്ട് അല്ലെ. പ്രതികാരവും പ്രതീക്ഷയും ഒരുമിച്ചുള്ള ആവിഷ്കാരമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു യോജിച്ച തലക്കെട്ട് കൊടുക്കാം. യുവകലാപത്തിന്റെ തുടക്കം.
എന്താണ് യുവ കലാപത്തിന്റെ തുടക്കം എന്ന് എഴുതാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു തലക്കെട്ട് കൊടുക്കുക. അപ്പം കാരണം എഴുതാൻ പറഞ്ഞിട്ടില്ലേ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് എന്ത് എഴുതാം, കുട്ടികളുടെ മനസ്സിൽ ഉയർന്ന പോരാട്ട ചിന്തയും അതിന്റെ ശാന്തതയുമുള്ള പ്രതിഫലനവുമാണ് ഇതിലെ പ്രധാന ധാര. വലിയ വിപ്ലവത്തിന് തുടക്കമാകുന്ന ചെറു നിലവാരത്തിന്റെ ദൃശ്യവത്കരണമാണ് ഇത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ യുവകലാപത്തിന്റെ തുടക്കം എന്നൊരു തലക്കെട്ട് കൊടുക്കാം അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കുഞ്ഞിരാമനെ കുറിച്ച്. കുഞ്ഞിരാമൻ എന്ന വിദ്യാർത്ഥിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം അല്ലെ. കുഞ്ഞിരാമനാണല്ലോ ഇതിലെ പ്രധാന മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞിരാമനെ കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ പാഠഭാഗത്തുണ്ട്. നോക്കൂ എന്തൊക്കെയാ കൊടുത്തിട്ടുള്ളത്. ക്ലൈവ് കള്ളനും തെമ്മാടിയുമായിരുന്നു സർ. കുഞ്ഞിരാമൻ കയറി പറഞ്ഞു അല്ലെ. അപ്പൊ സർ, ഈ കള്ളത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കാം? പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്കിറങ്ങി. ഇങ്ങനെ കുഞ്ഞിരാമനെ കുറിച്ച് എഴുത്തുകാരൻ നൽകുന്ന സൂചനകളെല്ലാം കണ്ടെത്തൂ. ഈ സൂചനകളിൽ നിന്ന് കുഞ്ഞിരാമന്റെ പല സവിശേഷതകളും മനസ്സിലാക്കാൻ കഴിയും. അവയെല്ലാം ഉൾക്കൊള്ളിച്ച് എന്ത് ചെയ്യണം, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആരെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണമാണ്? കുഞ്ഞിരാമൻ അല്ലെ. ഓക്കെ, നമുക്ക് എഴുതാം. കുഞ്ഞിരാമൻ യുവജന സമൂഹത്തിൽ വേണ്ട ധൈര്യത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമാണ്. അധികാരികളെ ഭയപ്പെടാതെ അഭിപ്രായം തുറന്നു പറയുന്നവൻ. കാലാതീതമായ മൂല്യങ്ങൾ സ്കൂൾ പരിധികൾ കടന്ന് സമൂഹത്തിലേക്കും ദേശീയ മനസ്സിലേക്കും എത്തിച്ചേരുന്നു എന്നതിന്റെ സാക്ഷ്യമാണ് അദ്ദേഹം. അർത്ഥവത്തായ സംഭവങ്ങളെ മനസ്സിലാക്കുന്നു, വിവേചനത്തെ എതിർക്കുന്നു. ജീവകാരുണ്യബോധം ഉള്ളവനാണ് കുഞ്ഞിരാമൻ. സത്യാഗ്രഹിയെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്ന തന്റെ ഉദ്യമം സ്കൗട്ട് ചുമതലയായിട്ട് കാണുന്നു. നാടിന്റെ അരക്ഷിതാവസ്ഥയിൽ സാഹോദര്യബോധമുള്ള ഒരുവനായിട്ട് കുഞ്ഞിരാമൻ നിലകൊള്ളുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതുപോലൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നാടകാവിഷ്കാരാണ് അല്ലെ. ഈ നോവൽ ഭാഗം ക്ലാസ്സിൽ നാടക രൂപത്തിൽ അവതരിപ്പിക്കുമല്ലോ. എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഒരുക്കങ്ങൾ വേണം? കഥയെ വ്യത്യസ്ത രംഗങ്ങളാക്കണം അല്ലെ. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, രംഗം 1, രംഗം 2 എന്ന് പറഞ്ഞിങ്ങനെ വ്യത്യസ്ത രംഗങ്ങളാക്കി എഴുതണം അല്ലെ. പിന്നെ കൂടുതൽ സംഭാഷണങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. ചില കഥാപാത്രങ്ങളുടെയും ആവശ്യമെങ്കിലും ഉൾപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. പ്രധാന അഭിനേതാക്കളെ കണ്ടെത്തണം. ഈ നോവൽ ഭാഗത്ത് സ്ത്രീ കഥാപാത്രങ്ങളില്ല. നമുക്ക് ചിലരെ ഉൾപ്പെടുത്തിക്കൂടെ? സംഘമായി തിരിഞ്ഞോ ക്ലാസ്സിൽ എല്ലാവരും ഒന്നിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ നാടകം അവതരിപ്പിക്കുക. അവതരണം കാണാൻ എന്ത് ചെയ്യണം, ആ രക്ഷിതാക്കളെ ക്ഷണിച്ചുകൊണ്ട് ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു ക്ഷണക്കത്താണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം, ശ്രീമതി ശ്രീ ഇവിടെ കൊടുക്കാം. ആരാധ്യരായ രക്ഷിതാക്കളെ. വിഷയം സ്കൂളിൽ നടത്തുന്ന നാടക അവതരണത്തിലേക്ക് ക്ഷണം. എഴുതാം. നമസ്കാരം. നമ്മുടെ വിദ്യാർത്ഥികൾ മലയാള സാഹിത്യത്തിൽ വലിയ പ്രാധാന്യമുള്ള ആ രക്തം മാഞ്ഞുപോയില്ല എന്ന നോവൽ ഭാഗം അടിസ്ഥാനമാക്കി ഒരു നാടക അവതരണം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. ഇതിന്റെ ഭാഗമാക്കി വിദ്യാർത്ഥികളുടെ പൗരബോധം, ദേശീയബോധം, നീതിസത്യബോധങ്ങൾ എന്നിവയെ വളർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ അവതരണത്തിൽ അധ്യാപകരെയും രക്ഷിതാക്കളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. നാടക അവതരണത്തിന്റെ തീയതി കൊടുക്കുക, നെക്സ്റ്റ് സമയം, സ്ഥലം, സ്കൂൾ ഓഡിറ്റോറിയം കൊടുക്കുക അല്ലെ. നാടകം ആ രക്തം മാഞ്ഞുപോയില്ല. ഒരു രാജ്യസ്നേഹ നാടകം, അഭിനയ പ്രതിഭ, ദേശസ്നേഹ പ്രചോദനം, നന്മയുടെയും ധൈര്യത്തിന്റെയും സന്ദേശം എന്നീ മൂല്യങ്ങൾ കുട്ടികളിലേക്ക് എത്തേണ്ടതുണ്ട്. താങ്കളുടെ സാന്നിധ്യവും പ്രോത്സാഹനവും കുട്ടികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുക. അതിനാൽ ഈ പ്രത്യേക ദിവസം നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. വിശ്വാസപൂർവം. തീയതി, ക്ലാസ് ടീച്ചർ, ക്ലാസ് ലീഡർ. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എന്ത് ചെയ്യാം കൂട്ടുകാരെ, ആ ക്ഷണക്കത്ത് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭാഷയുടെ ഭംഗിയും കരുത്തും. അവരുടെ ബൂട്ട്സിന്റെ അടിയിലെ ആണികൾ തട്ടി അയാൾ മോഹാലസ്യപ്പെട്ടിരുന്നു. പാഠഭാഗത്തിലെ ഖണ്ഡിക ഒന്നുകൂടി വായിച്ചു നോക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി വായിച്ചു നോക്കാം. നോക്കൂ. ഇൻസ്പെക്ടറുടെ ചവിട്ടേറ്റ് ചോരയൊഴുകി ബോധരഹിതനായി കിടക്കുന്ന വടക്കൻ നമ്പ്യാരെ കുറിച്ച് ഉറൂബ് ഈ ഖണ്ഡികയിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ വിവരണത്തിലൂടെ ചൂഷണത്തിനും മർദ്ദനങ്ങൾക്കും എതിരായി ലോകത്ത് നടന്ന സമരങ്ങളുടെ വലിയൊരു ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സിൽ ചർച്ച നടത്താനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നികെ തായാട്ടിന്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൽ ഇതുപോലുള്ള സമര ചരിത്രമുണ്ട്. അപ്പൊ വായിച്ചിട്ട് വായന അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്.
ഒരു വായന അനുഭവത്തിന്റെ മാതൃക ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിത് വായിച്ചു നോക്കിയതിനു ശേഷം നിങ്ങളുടേതായ വായന അനുഭവം എന്ത് ചെയ്യുക, ക്ലാസ്സിൽ മറ്റു കൂട്ടുകാരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കുക. ഓക്കെ, നമുക്ക് മാതൃക നോക്കാം. കൂട്ടുകാരെ, പാലതന്ത്രത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഭാരതത്തിന്റെ മോചനത്തിനു വേണ്ടി ആത്മഹൂതി ചെയ്ത നിരവധി സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ ആവേശജ്വലമായ ചരിത്രമടങ്ങുന്ന ഒരു ഉജ്ജ്വല കൃതിയാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ. കഥ വായിച്ചു പോകുന്ന രസത്തോടെ അനായാസമായി കുട്ടികൾക്ക് ഇത് വായിച്ചു പോകാം. നമ്മുടെ രാജ്യത്തിലെ ചരിത്രത്തിലെ ഉദാത്തമായ പല മുഹൂർത്തങ്ങളെപ്പറ്റിയും മൂർത്തമായ ധാരണയുണ്ടാക്കാൻ ഈ ഗ്രന്ഥത്തിന് കഴിയും. ഇന്ത്യയെ സ്നേഹിക്കാനും സമൂഹത്തിൽ സ്വാതന്ത്ര്യവും സമത്വവും പുലർത്താനും സമൃദ്ധിക്കും സമാധാനത്തിനും വേണ്ടി യത്നിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുമെങ്കിൽ ഇതിൽ കൂടുതൽ എന്തൊരു മേന്മയാണ് ഇത്തരം ഒരു ഗ്രന്ഥത്തിന് വേണ്ടത്. നാം ചങ്ങല പൊട്ടിച്ച കഥ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും അത്യന്താപേക്ഷിതമായ കൃതിയാണ്. ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കുമല്ലോ അല്ലേ? കൂട്ടുകാരൻ ഇതുപോലെ എടുത്ത് വായിച്ചു നോക്കുമല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ വായന അനുഭവം കൂട്ടുകാരുമൊത്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.